ഈ സാമ്പിൾ പേപ്പറിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി. ഇൻ കേസ് ഓഫ് ഇൻറ്റേർണൽ ചോയ്സസ് അറ്റംപ്റ്റ് എനി വൺ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്നത് 5 മാർക്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 34. The angles of depression of the top and bottom of a 8-meter tall building from the top of a multi-storied building are 30 degree and 45 degree respectively. Find the height of the multi-storied building and the distance between the two buildings. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 2 ബിൽഡിങ്സ് ഉണ്ടല്ലേ, ഒരു 8 മീറ്റർ ടോൾ ബിൽഡിങ്ങും പിന്നെ ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങും ഉണ്ട്. ഓക്കെ, ആൻഡ് the angle of depression of the top and bottom of a 8 meter tall building from multi-storied building. Multi-storied buildingൻ്റെ ടോപ്പിൽ നിന്നിട്ട് 8 മീറ്റർ ടോൾ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടത്തിലേക്കുള്ള ആംഗിൾസ് ഓഫ് ഡിപ്രഷൻ 30 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ദ ക്വസ്റ്റ്യൻ ഇസ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ്. മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ബിൽഡിങ്സ്. 8 മീറ്റർ ടോൾ ബിൽഡിങ്ങും മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസുമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഫിഗർ നോക്കാം. ഇപ്പോൾ ഇത് മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ്. ലെറ്റ് എ ബി ബി ദ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ്. ഓക്കെ, ആൻഡ് സി ഡി ബി ദ 8 മീറ്റർ ടോൾ ബിൽഡിംഗ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഹൈറ്റ് 8 മീറ്ററാണ്, അത് മാർക്ക് ചെയ്യുക. പിന്നെ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു വാരിയബിൾ എച്ച് മീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് എന്ന് അസ്യൂം ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൈറ്റ് ഓഫ് ദ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങും ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ടു ബിൽഡിങ്ങും ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതായത് ബി ഡിയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് ലെറ്റ് ഇറ്റ് ബി എക്സ് മീറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് ഗിവൺ? മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നിട്ട് 8 മീറ്റർ ടോൾ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കും ബോട്ടത്തിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നിട്ടുണ്ട് അല്ലേ. പോയിൻറ്റ് എന്ന് ഫസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കുക, പാരലൽ ടു ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിന് പാരലൽ ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കുക. അതിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ മാർക്ക് ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ ടോപ്പിലേക്കുള്ള ആംഗിൾ എത്രയാണ്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 ഡിഗ്രി. അതേപോലെ ബോട്ടത്തിലേക്കുള്ളത് ഇവിടുന്ന് 8 മീറ്റർ ടോൾ ബിൽഡിങ്ങിൻ്റെ ബോട്ടത്തിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ 45 ഡിഗ്രി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പോയിൻറ്റ് സിന്ന് ഈ ഗ്രൗണ്ട് ലെവലിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റിനെ നമുക്ക് ഇ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എ ഇ ഈ ലെങ്ത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സി ഇ എന്നത് ഗ്രൗണ്ട് ലെവലിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. സോ ബി ഇ ഇസ് ഈക്വൽ ടു 8 മീറ്റർ ആയിരിക്കും. ക്ലിയർ? ഇനി ഈ ടോട്ടൽ ഹൈറ്റ് നമ്മൾ എച്ച് മീറ്റർ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ഇ എത്രയായിരിക്കും? എ ഇ പ്ലസ് ഇ ബി ആണ് എച്ച് മീറ്റർ അല്ലേ. സോ എ ഇ ഇസ് ഈക്വൽ ടു ടോട്ടൽ എച്ച് മൈനസ് 8 ആയിരിക്കും. എച്ച് മൈനസ് 8 മീറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിലുള്ള അക്യൂട്ട് ആംഗിൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ. ഓക്കെ, അതിന് നമുക്ക് ജസ്റ്റ് ഈ ഹൊറിസോണ്ടൽ ലൈനെ എ എഫ് എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഈ എ എഫ് ഇ സി ബി ഡി ഈ 3 ലൈൻസും പാരലലാണ് അല്ലേ. ഗ്രൗണ്ട് ലെവലിന് പാരലലായിട്ടാണ് ഇത് രണ്ടും നമ്മൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഈ എ എഫ് ആൻഡ് ഇ സി ഈ 2 പാരലൽ ലൈൻസിനെ കൺസിഡർ ചെയ്യാം. ഇതും. ഓക്കെ, ആൻഡ് ഇത് ട്രാൻസ്വേഴ്സലായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും സെയിം ആയിരിക്കും അല്ലേ. എന്താ റീസൺ? ഓൾട്ടർനേറ്റ് ആംഗിൾ. ഓക്കെ, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സിമിലർലി എ എഫും ബി ഡിയും ഇത് 2 പാരലലാണ്. ഓക്കെ, എന്നിട്ട് എ ഡി ഇത് ട്രാൻസ്വേഴ്സലായിട്ട് കൺസിഡർ ചെയ്താൽ ഈ ആംഗിളും സെയിം ആയിരിക്കും, 45 ഡിഗ്രി. സെയിം റീസൺ, ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കിവിടെ 2 റൈറ്റ് ആംഗിൾസ് ട്രയാങ്കിൾസ് കിട്ടിയല്ലേ, അക്യൂട്ട് ആംഗിൾസും. ഓക്കെ, അതായത് എ ഇ സി ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ,
സെക്കൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളോ എ ബി ഡി. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെയും കൺസിഡർ ചെയ്തിട്ട് സോൾവ് ചെയ്താൽ നമുക്കിതിൻ്റെ ഹൈറ്റും മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദസ് ടു ബിൽഡിങ്സും കിട്ടും. രണ്ട് റൈറ്റ് ആംഗിൾസും കൺസിഡർ ചെയ്തിട്ട് tan 30 ആൻഡ് tan 45 നോക്കുക. tan 30 ഈസ് ഈക്വൽ ടു 1/√3, tan 45 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ 12 + 4√3 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, രണ്ടും സെയിം ആൻസറാണ്. h ഈസ് ഈക്വൽ ടു x ഈക്വൽ ടു 12 + 4√3 ആണ് കിട്ടുക. ഓക്കെ, പിന്നെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിൽ ഒരു പോയിൻ്റ് ഉള്ളത്, ഇവിടെ റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ ചെയ്യണം. ഓക്കെ, അതിന് ശേഷമാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, കണ്ടു നോക്കുക. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ, എ 1.2 meter tall girl spots a balloon moving with the wind in a horizontal line at a height 88.2 meter from the ground. The angle of elevation of the balloon from the eyes of the girl at any instant is 60 degree. After some time, the angle of elevation reduces 30 degree. Find the distance traveled by the balloon during the interval. നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടെ ഫിഗർ ഗിവൺ ആണ്. സോ ഗേളിൻ്റെ ഹൈറ്റ് 1.2 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇവിടം വരെ ഈ ഒരു ഹൈറ്റ് 1.2 മീറ്റർ ആണ്. ഓക്കെ, ആൻഡ് ഷീ സ്പോട്സ് എ ബലൂൺ മൂവിങ് വിത്ത് ദ വിൻഡ് ഇൻ എ ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് അറ്റ് എ ഹൈറ്റ് ഓഫ് 88.2 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്. ഓക്കെ, അതായത് ഗ്രൗണ്ടിൽ നിന്നിട്ട് ഈ ബലൂണിലേക്കുള്ള ഹൈറ്റാണ് 88.2 മീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ബലൂണിലേക്കുള്ള ഹൈറ്റ് എത്രയായിരിക്കും? നമ്മളിവിടെ ആംഗിൾ മാർക്ക് ചെയ്യുന്നത് ഗേളിൻ്റെ ഐ പോയിന്റിൽ നിന്നിട്ടല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലെങ്ത്താണ് വേണ്ടത്. ബലൂണിൽ നിന്നിട്ട് ഈ ഒരു ഹൈറ്റാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ടോട്ടൽ 88.2 മൈനസ് ഹൈറ്റ് ഓഫ് ദ ഗേൾ 1.2. ഓക്കെ, ദാറ്റ് ഈസ് 87 മീറ്റർ. ഓക്കെ, ഇത് മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ, വേറൊരു പോയിൻറ്റും ഇല്ല. ഓക്കെ, പിന്നെ ഡയറക്റ്റ്ലി നമുക്ക് tan 30 ആൻഡ് tan 60 വാല്യൂ നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇവിടെയും നമ്മൾ റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ ചെയ്യണം. രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് കിട്ടും. ഫസ്റ്റ് ഇത്. ഓക്കെ, ഇവിടെ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി അല്ലേ. 60 ഡിഗ്രി tan 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് 87 ഡിവൈഡ് ബൈ ഏതെങ്കിലും ഒരു വാരിയബിൾ കൊടുക്കുക, എക്സ് കൊടുക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇത്. ഇവിടെ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. tan 30 ഈസ് ഈക്വൽ ടു 88.2 ബൈ, സോ ടോട്ടലാണ് അല്ലേ. സോ നമുക്കത് y കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ എ ബി എക്സ് എന്നും എ സി വൈ എന്നുമാണ് അസ്യൂം ചെയ്തത്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം ഗിവൺ ആണ്. അപ്പോൾ ഓരോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ സോൾവ് ചെയ്യുമ്പോഴും നമ്മൾ എക്സ് ആൻഡ് വൈൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമ്മളിവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബലൂൺ ഡ്യൂറിങ് ദ ഇൻട്രവൽ. അതായത് ഈ പൊസിഷൻ 1 നിന്ന് പൊസിഷൻ 2ലേക്കുള്ള ഈ ഒരു ഇൻട്രവലിൽ ഇത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതായത് ബി സിൻ്റെ ലെങ്ത്താണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ എക്സും വൈയും നമുക്ക് കിട്ടിയാൽ ടോട്ടൽ ഇപ്പോൾ എ ബി പ്ലസ് ബി സി ഇസ് ഈക്വൽ ടു എ സി അല്ലേ. ഇപ്പോൾ എ ബി നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തു, പ്ലസ് ബി സി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഈക്വൽ ടു എ സി നമുക്ക് വൈ ആയിട്ട് അസ്യൂം ചെയ്താൽ ബി സി ഇസ് ഈക്വൽ ടു വൈ മൈനസ് എക്സ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ 58√3 മീറ്റർ, അതായത് ബി സി ഇസ് ഈക്വൽ ടു 58√3 മീറ്ററിന് കിട്ടും. ഇതിൻ്റെയും ഡീറ്റെയിൽഡ് സൊല്യൂഷനായിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. Question number 35. The pth, qth and rth terms of an AP are A, B, C respectively. Show that A into Q minus R plus B into R minus P plus C into P minus Q is equal to 0. Okay, simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Given pth, qth and rth
terms of an AP are A, B and C respectively. അല്ലേ? അതായത് AP is equal to A. Next AQ is equal to B. AC is equal to AR is equal to C. First assume ചെയ്യുക, let first term be A and common difference be D. Nth term of an AP is equal to first term A plus n minus 1 into capital D, common difference. അല്ല, ഇത് നമ്മളെ general formula. Now it is given that AP, pth term is equal to A. അല്ലേ? So this implies A plus P minus 1 into D is equal to A. Okay. Similarly, AQ is equal to B implies A plus Q minus 1 into D is equal to B. Okay. And AR is equal to A plus R minus 1 into D is equal to C. Okay. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതായത് എ പ്ലസ് പി ഇൻറ്റു ഡി, പി ഡി മൈനസ് ഡി ഇസ് ഈക്വൽ ടു എ. നെക്സ്റ്റ് എ പ്ലസ് ഡി ക്യൂ മൈനസ് ഡി ഇസ് ഈക്വൽ ടു ബി. നെക്സ്റ്റ് എ പ്ലസ് ഡി ആർ minus 1 into D, D is equal to C. Okay. To prove, എന്താണ് A into Q minus R plus B into R minus P plus C into P minus Q is equal to 0 എന്നാണ് അല്ലേ? അപ്പം നമ്മൾ ഫസ്റ്റ് ടേം എടുക്കുക. എന്താണ് A into Q minus R. So A into Q minus R is equal to, ഇവിടെ നമുക്ക് A is equal to A plus P D minus D എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ്റെ പ്ലേസിൽ A plus PD same as DP minus D into Q minus R into Q minus R. Okay. This is same as Q minus R into A plus DP minus D. അല്ലേ? ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഈക്വൽ ടു Q into A plus DP minus D minus R into A plus DP minus D. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. കാൽക്കുലേഷൻ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. പിന്നെ കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പിന്നെ കുറച്ചും കൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്തത്. ഓക്കെ, ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. Q into A, AQ, Q into DP, DPQ, Q into minus D minus DQ minus DQ minus R into A minus AR minus R into DP minus DPR minus R into minus D minus minus plus DR. Okay, ഇനി സെയിം വേയിൽ B into R minus P യും C into P minus Q യും ഫൈൻഡ് ഔട്ട് ചെയ്യാം. B into R minus P, B is equal to A plus DQ minus D. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. B into R minus P same as R minus P into A plus DQ minus D. നെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. R into സെക്കൻഡ് ടേം മൈനസ് P into സെക്കൻഡ് ടേം ഈക്വൽ ടു R into A, AR plus R into DQ, DQR minus R into D, DR minus P into A, AP മൈനസും പ്ലസും മൈനസ് P into DQ, DQP മൈനസും മൈനസും പ്ലസ് P into D, DP. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് ടേം എന്താ? C into P minus Q. C into P minus Q is C equal to A plus DR minus D, A plus DR minus D into P minus Q same as P minus Q into A plus DR minus D is equal to P into A plus DR minus D minus Q into
എ പ്ലസ് ഡി ആർ മൈനസ് ഡി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പി ഇൻറ്റു എ പി പ്ലസ് ഇത് സ്മോൾ ലെറ്റർ പി ആണ്. നെക്സ്റ്റ് പി ഇൻറ്റു ഡി ആർ ഡി പി ആർ മൈനസ് പി ഇൻറ്റു ഡി ഡി പി മൈനസ് മൈനസും പ്ലസും മൈനസ് ക്യൂ ഇൻറ്റു എ ക്യൂ മൈനസും പ്ലസും മൈനസ് ക്യൂ ഇൻറ്റു ഡി ആർ ഡി ക്യൂ ആർ മൈനസും മൈനസും പ്ലസ് ക്യൂ ഇൻറ്റു ഡി ഡി ക്യൂ. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ഇൻറ്റു ക്യൂ മൈനസ് ആർ പ്ലസ് ബി ഇൻറ്റു ആർ മൈനസ് പി പ്ലസ് സി ഇൻറ്റു പി മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു 0 എന്നാണ്. സോ എ ഇൻറ്റു ക്യൂ മൈനസ് ആർ, എ ഇൻറ്റു ക്യൂ മൈനസ് ആർ നമുക്ക് എത്ര കിട്ടിയ എ ക്യൂ പ്ലസ് ഡി പി ക്യൂ മൈനസ് ഡി ക്യൂ മൈനസ് എ ആർ മൈനസ് ഡി പി ആർ പ്ലസ് ഡി ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് ബി ഇൻറ്റു ആർ മൈനസ് പി, ബി ഇൻറ്റു ആർ മൈനസ് പി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ആർ പ്ലസ് ഡി ക്യൂ ആർ മൈനസ് ഡി ആർ മൈനസ് എ പി മൈനസ് ഡി ക്യൂ പി പ്ലസ് ഡി പി. ഓക്കെ, നെക്സ്റ്റ് പ്ലസ് സി ഇൻറ്റു പി മൈനസ് ക്യൂ. സോ പ്ലസ് സി ഇൻറ്റു പി മൈനസ് ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്കിത് സോൾവ് ചെയ്യാം. സോ എ ക്യൂ പ്ലസ് എ ക്യൂ മൈനസ് എ ക്യൂ 0 പ്ലസ് ഡി പി ക്യൂ മൈനസ് ഡി ക്യൂ പി സെയിം ആണല്ലേ, മൈനസ് ഡി ക്യൂ പ്ലസ് ഡി ക്യൂ. നെക്സ്റ്റ് മൈനസ് എ ആർ പ്ലസ് എ ആർ മൈനസ് ഡി പി ആർ പ്ലസ് ഡി പി ആർ പ്ലസ് ഡി ആർ മൈനസ് ഡി ആർ ഡി ക്യൂ ആർ പ്ലസ് ഡി ക്യൂ ആർ മൈനസ് ഡി ക്യൂ ആർ. നെക്സ്റ്റ് മൈനസ് എ പി പ്ലസ് എ പി പ്ലസ് എ പി. ഓക്കെ, ഇനി മൈനസ് ഡി പി പ്ലസ് ഡി പി. സോ എവറിത്തിങ് ഗെറ്റ് ക്യാൻസൽഡ് അല്ലേ. സോ ആൻസർ എത്രയായിരിക്കും 0. ഓക്കെ, നമ്മൾ പ്രൂവ് ചെയ്തു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 36. A survey regarding the heights in centimeter of 51 girls of class 10 of a school was conducted and the following data was obtained. Find the median height and the mean using the formula. Okay, height number of girls less than 144, less than 145 11, less than 150 29, less than 155 40, less than 160 46, less than 165 51. സോ നമുക്കിവിടെ ഡയറക്റ്റ്ലി മീഡിയനും മീനും ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി അല്ലേ. ഇവിടെ ഇപ്പോൾ ഹൈറ്റ് ലെസ് ദാൻ 140 ലെസ് ദാൻ 145 ഇങ്ങനെയൊക്കെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ക്ലാസ് ഇൻ്റർവെൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഒരു സ്പെസിഫിക് ഇൻ്റർവെല്ലിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അതായത് ലെസ് ദാൻ 140, അതായത് 135 to 140. ഓക്കെ, ഫസ്റ്റ് ഇൻ്റർവെൽ. നെക്സ്റ്റ് അപ് ടു 145 ആണ്. സോ 140 to 145. നെക്സ്റ്റ് 145 to 150. നെക്സ്റ്റ് 150 to 155. 155 to 160. 160 to 165. നെക്സ്റ്റ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ലെസ് ദാൻ 140. ഓക്കെ, 4 നമ്പർ ഓഫ് ഗേൾസ് ആണ് അല്ലേ. 135 to 140 4 നമ്പർ ഓഫ് ഗേൾസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലെസ് ദാൻ 145. ലെസ് ദാൻ 145 എന്ന് പറയുമ്പോൾ ഈ ഒരു സ്പെസിഫിക് ഇൻ്റർവെല്ലിലുള്ള നമ്പർ ഓഫ് ഗേൾസ് അല്ല 11 അല്ലേ. അതായത് 145-നേക്കാളും ലെസ് ആയിട്ടുള്ള ഹൈറ്റുള്ള 11 ഗേൾസ് ഉണ്ട്. അപ്പോൾ അത് ലെസ് ദാൻ 140യും ഇൻക്ലൂഡഡ് ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പെസിഫിക് ഇൻ്റർവെല്ലിലുള്ള നമ്പർ ഓഫ് ഗേൾസ് എത്രയായിരിക്കും? 11 minus 4 7. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെസ് ദാൻ 150 സെൻറ്റിമീറ്റർ 29 ഗേൾസ് ഉണ്ട്. അതായത് ഈ 29 നമ്പർ ഓഫ് ഗേൾസിൽ ഈ 2 ഇൻ്റർവെല്ലിലുള്ള നമ്പർ ഓഫ് ഗേൾസും ഇൻക്ലൂഡഡ് ആണ്. സോ ഈ പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിലുള്ള നമ്പർ ഓഫ് ഗേൾസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? 29 minus 11 ദാറ്റ് ഈസ് 18. ലെസ് ദാൻ 155 സെൻറ്റിമീറ്റർ 40 നമ്പർ ഓഫ് ഗേൾസ് ആണ് അല്ലേ. അപ്പോൾ ഈ 40 നമ്പറിൽ
ലെസ് ദാൻ 140 ഇൻക്ലൂഡഡ് ആണ്, ലെസ് ദാൻ 145 ഇൻക്ലൂഡഡ് ആണ്, ലെസ് ദാൻ 150 ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിലുള്ള നമ്പർ ഓഫ് ഗേൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ 40 - 29 ചെയ്യണം. ദാറ്റ് ഈസ് 11. ഓക്കെ, ഇനി അതേപോലെ 155 to 160 ഈ ഒരു ഇൻ്റർവെല്ലിലുള്ള നമ്പർ ഓഫ് ഗേൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 46 - 40 ദാറ്റ് ഈസ് 6. നെക്സ്റ്റ് 160 to 165 ഈ ഒരു ഇൻ്റർവെല്ലിലുള്ള നമ്പർ ഓഫ് ഗേൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 51 - 46 ദാറ്റ് ഈസ് 5. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് മീഡിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ക്യുമുലേറ്റീവ് മീഡിയൻ ക്ലാസ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓക്കെ, 4 + 7 11. നെക്സ്റ്റ് 4 + 7 + 18 29. 4 + 7 + 18 + 11 40. നെക്സ്റ്റ് 4 + 7 + 18 + 11 + 6 46. നെക്സ്റ്റ് 4 + 7 + 18 + 11 + 6 + 5 51. ഓക്കെ, ഫസ്റ്റ് മീഡിയൻ ക്ലാസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് n ഫൈൻഡ് ഔട്ട് ചെയ്യാം. n = സിഗ്മ fi. സിഗ്മ fi എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, അതായത് f1 + f2 + f3 ഇത് ഫുൾ ആഡ് ചെയ്യുക അല്ലേ. 4 + 7 + 18 + 11 + 6 + 5 എത്രയാ 51. ഓക്കെ, സോ n = 51. നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് n/2. n/2 = 51/2 that is equal to 25.5. Okay, so n/2 is equal to 25.5 എന്ന് കിട്ടി. നെക്സ്റ്റ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 25.5-നേക്കാളും ജസ്റ്റ് ഗ്രേറ്റർ ദാൻ, ഓക്കെ, ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 25.5 ഏത് വാല്യൂ ആണുള്ളത് നോക്കാം. 29 അല്ലേ. സോ 29 ആണെങ്കിൽ സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 29 ആയിട്ടുള്ള ക്ലാസ് ഇൻ്റർവൽ 145 to 150 ഇതാണ് നമ്മളുടെ മീഡിയൻ ക്ലാസ്. ഓക്കെ, സോ മീഡിയൻ ക്ലാസ് ഈക്വൽ ടു 145 to 150. ഓക്കെ, നമ്മൾ മീഡിയൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് എന്താ 145 ഈക്വൽ ടു 145. നെക്സ്റ്റ് n/2 is equal to 25.5. ഓക്കെ, നെക്സ്റ്റ് സി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ്. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. മീഡിയൻ ക്ലാസ്സിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താണ് 29. സോ അതിന് പ്രിസീഡിങ് ആയിട്ടുള്ളത് 11. നെക്സ്റ്റ് എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി എന്താ 18. നെക്സ്റ്റ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു ഇൻ്റർവൽ അല്ലേ. ഇൻ്റർവൽ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക? ഏതെങ്കിലും ഒരു ഹയർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക. എല്ലാം സെയിം ആയിരിക്കും അല്ലേ. 140 - 135 is equal to 5. 150 - 145 is 5. എല്ലാം സെയിം ആയിരിക്കും. സോ 5 ആണ് എച്ച്. എച്ച് is equal to 5. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മീഡിയൻ is equal to L is equal to 145 plus n/2 25.5 minus C 11 by F 18 into 5 equal to 145 plus 25.5 minus 11 is equal to 14.5 divided by 18 into 5, okay, equal to 145 plus 14.5 into 5 is equal to 72.5 divided by 18. That is equal to 145 plus 72.5 divided by 18 is equal to
4.03. Okay, next 145 plus 4.03 is 149.03. Okay, median is equal to 149.03. Next എന്താണ്? നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് മീൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത പോലെ ക്ലാസ് ഇൻ്റർവലും ഫ്രീക്വൻസിയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് മീനിൻ്റെ ഇക്വേഷൻ എന്താണ്? ബൈ ഡയറക്റ്റ് മെത്തേഡ് സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ സിഗ്മ എഫ് ഐ അല്ലേ. എക്സ് ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് ഇൻ്റർവലിലെ മിഡ് വാല്യൂ അല്ലേ. അപ്പം മിഡ് വാല്യൂ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക? 135 പ്ലസ് 140/2. മിഡ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. 135 പ്ലസ് 140/2 ഇസ് ഇക്വൽ ടു 137.5. നെക്സ്റ്റ് 140 പ്ലസ് 145/2 ഇസ് 142.5. 145 പ്ലസ് 150/2 ഇസ് 147.5. നെക്സ്റ്റ് എഫ് ഐ എക്സ് ഐ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതായത് 4 ഇൻറ്റു 137.5, 7 ഇൻറ്റു 142.5 ഇങ്ങനെ ചെയ്യാം. സോ ഈ ടേബിളും അങ്ങനെ ഫില്ല് ചെയ്യുക. ജസ്റ്റ് ഫ്രീക്വൻസി എഫ് ഐ ഇൻറ്റു എക്സ് ഐ, എഫ് ഐ ഇൻറ്റു എക്സ് ഐ, 18 ഇൻറ്റു 147.5. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇക്വേഷൻ എന്താണ്? മീൻ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ സിഗ്മ എഫ് ഐ ആണ്. സോ സിഗ്മ എഫ് ഐ എക്സ് ഐ ഓർ എക്സ് ഐ എഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ടോട്ടൽ ഫുൾ ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്താൽ 7637.5 എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ സിഗ്മ എഫ് ഐ. അപ്പോൾ ഫ്രീക്വൻസി മൊത്തം ആഡ് ചെയ്യുക. 4 + 7 + 18 ഒക്കെ ആഡ് ചെയ്താൽ നമുക്ക് 51 കിട്ടും. സോ മീൻ ഇസ് ഈക്വൽ ടു 7637.5 ഡിവൈഡ് ബൈ 51 ഈക്വൽ ടു 149.75. Okay.